ഇങ്ങോട്ട് ഏകദേശം തിരിച്ചു വന്ന് ഓച്ചറയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഓടിച്ചിരുന്ന ബൈക്കിന്റെ ഈ ബ്രൗഡൻ, അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. ബ്രൗഡൻ പൊട്ടിയിട്ട് അതിങ്ങനെ കടിച്ചു പിടിച്ചിട്ട് കൊല്ലം വരെ എത്തിച്ച ഒരു വലിയൊരു ഓർമ്മയുണ്ട്. അപ്പോ മുകേഷ് ചേട്ടൻ, മുകേഷ് ചേട്ടൻ, ഞങ്ങള് കാസർഗോഡ് നിന്ന് തുടങ്ങി 2000 ചില്ലാൻ കിലോമീറ്റർ ഓടി. വല്ലാത്തൊരു അനുഭവമായിരുന്നു. അങ്ങനെയാണ് കൊല്ലത്തെത്തുമ്പോൾ ഇവിടെ വരുമ്പോൾ ചേട്ടനെ കാണാതെ പോകാൻ പറ്റില്ലല്ലോ. സാഹസമായിരുന്നു, പക്ഷെ മൊത്തം ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മോട്ടോർ വെഹിക്കിൾ. ഞാൻ ശരിക്കും കോളേജ് കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേര്, 2 ബൈക്കിലായിട്ട് 4 പേര്, 2 SD ആണ്. അപ്പോൾ കൊല്ലത്തുനിന്ന് ഒരു ത്രില്ല് നേരെ കോട്ടയം വഴി തേക്കടി, മൂന്നാർ കഴിഞ്ഞിട്ടൊരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഇതിനായിട്ടും നമ്മൾ പല യാത്രകളും പോയിട്ടുണ്ടെങ്കിലും അതേപോലുള്ള ഒരു ത്രില്ലിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഒരു ഓർമ്മയും ഇല്ല. ഇങ്ങോട്ട് ഏകദേശം തിരിച്ചു വന്ന് ഓച്ചറയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഓടിച്ചിരുന്ന ബൈക്കിന്റെ ഈ ബ്രൗഡൻ, അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. ബ്രൗഡൻ പൊട്ടിയിട്ട് അതിങ്ങനെ കടിച്ചു പിടിച്ചിട്ട് കൊല്ലം വരെ എത്തിച്ച ഒരു വലിയൊരു ഓർമ്മയുണ്ട്. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ കാസർഗോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് അതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റത്തില്ലെങ്കിലും അതിന്റെ നിങ്ങളുടെ ഒരു ഏജിന്റെയും ഒരു ത്രില്ലിന്റെ ഒക്കെ അതിന്റെ ഒരു രസം എനിക്ക് മനസ്സിലാവും. ഞങ്ങൾ ഈ ഇലക്ഷന്റെ ചൂടറിഞ്ഞിങ്ങനെ പോതാണ്. അപ്പം നല്ല ഫൈറ്റ് ഉണ്ട് നാട്ടിലാകെ. മുകേഷേട്ടനും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂട്ടിലാണല്ലോ. അതെ അതെ, അല്ല എല്ലാ സ്ഥലത്തും ഞാൻ രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വോട്ട് ചെയ്യാൻ പോകുന്നവർ ഒരു ആ ദിവസം എന്ന് പറയുന്നത് ഇപ്പം ഇവിടെയൊക്കെ 9-ാം തീയതിയാണ്. അപ്പം ഞാൻ ഇലക്ഷൻ പ്രചരണത്തിന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത സൗകര്യങ്ങൾ, ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനോ പഞ്ചായത്തോ ഒക്കെ ആണെങ്കിലും നമ്മൾക്ക് ഓരോ ദിവസവും കൂടുമ്പോൾ കൂടുതൽ ജീവിത സൗകര്യങ്ങളും സുഖസൗകര്യങ്ങളും വികസനങ്ങളും, അതിനൊക്കെ വികസനം തന്നെ വേണം. അതിന് നിങ്ങളെപ്പോഴും മുൻഗണന കൊടുക്കണം. എങ്ങനെയാണ് വികസനം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഴിമതി രഹിതമായിട്ടുള്ളൊരു ഭരണം ഉണ്ടെങ്കിൽ മാത്രമേ വികസനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആരെങ്കിലുമൊക്കെ അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി ഇല്ല എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇത്രയൊക്കെ അഴിമതി വേറെ ആരെങ്കിലും ആയിരുന്നേ നടന്നേനെ. അതിൻ്റെ ഒരു ഊഹം വെച്ചുകൊണ്ടാണല്ലോ ഇവര് ഇത്രയും കിട്ടാൻ സാധ്യതയുണ്ട്, ഇത്രയും രൂപ അല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും കൃത്യമായിട്ട് പറയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അഴിമതി രഹിത ഭരണം മാത്രമാണ് ഈ ഒരു നാടിൻ്റെ ആദ്യത്തെ പ്രിഫറൻസ് എന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ മാത്രമേ വികസനവും സുഖ സൗകര്യങ്ങളും ഉണ്ടാകത്തുള്ളൂ. അപ്പം നമുക്ക് ഈ കൊല്ലത്തിനെ പറ്റി പറയുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് എൻ്റെ മണ്ഡലത്തിലൊക്കെ പറ്റി പറയുമ്പോഴത്തേക്ക് ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നടത്തി കാണിക്കുക, നടക്കും. അവിടെയൊക്കെ അത് വരാൻ പോവുകയാണ് കേട്ടോ. അത് അവിടെയാണ് നമ്മളത് ഉദ്ദേശിക്കുന്നതെന്നുള്ള അല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം അതാണ് എന്ന് പറയുന്നതാണ് നടത്തി കാണിച്ചെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ബാക്കിയൊക്കെ ആളുകൾ ക്ലീഷയായിട്ട് എടുത്തു കഴിഞ്ഞു.